മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഒരു മിനിറ്റിൽ 10,000 ഘന അടി വെള്ളം വീതം തുറന്നു വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ഇന്ന് തീരുമാനമാകും. അത്തരത്തിൽ തുറന്നു വിട്ടാലും പെരിയാർ തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി കാര്യമായ ഒരു ഭീഷണി ഇല്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുറന്നുവിട്ട വരുന്ന ഒരു വെള്ളത്തെ കൂടി ഉൾക്കൊണ്ട് സുരക്ഷിതമായി ഒഴുകാൻ പെരിയാറിന് സാധിക്കും എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് അണക്കെട്ട് തുറക്കുക ഔദ്യോഗികമായി ആ ഒരു സമയം എത്ര മണിക്കാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം ഈ പെരിയാർ തീരത്തുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അത്രത്തോളം അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. എങ്കിലും ഒരു ജാഗ്രത മതി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത് അല്ലേ? കെ.പി. സുരേഷ്, പ്രധാനമായും പറയേണ്ടത് കേരളത്തിൻ്റെ ഇടുക്കിക്ക് മാറിയുള്ള പ്രദേശങ്ങൾ, അതായത് എറണാകുളം ജില്ലയിലടക്കം കാര്യമായ മഴ ഇല്ല. കോട്ടയം ജില്ലയിലും കാര്യമായ മഴ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊന്നുമില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് സാധാരണ നിലയിൽ തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നും തുറന്നു വിട്ടാൽ ഒഴുകിയെത്തുന്ന ജലം അതൊരു ഭീഷണിയാകില്ല എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പറയാവുന്ന കാര്യം, ഇന്ന് 10 മണിയോടുകൂടിയാവും ഇതിലൊരു തീരുമാനമാകുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥ കൂടി വിലയിരുത്തിയ ശേഷമാകും ഇത് ഷട്ടറുകൾ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അത് സംബന്ധിച്ച് ഇന്ന് 10 മണിയോടുകൂടി ഒരു വ്യക്തത വരും. ആ രീതിയിൽ തുറന്നു വിട്ടാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നതിനാൽ തന്നെ തീരവാസികളും ഇതിൽ പരിഭ്രമിക്കേണ്ട എന്ന ഒരു നിർദ്ദേശം തന്നെ ആണ് സർക്കാരും മറ്റും നൽകിയിട്ടുള്ളതും. കെ.പി. സുരേഷ്.